ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ ഇന്നലത്തെ രണ്ടാമത്തെ ഈ ആഴ്ചത്തിലെ ട്രേഡിംഗ് ദിവസം അനലൈസ് ചെയ്യുകയാണ്. ഒന്നാമത്തെ ട്രേഡിംഗ് ദിവസം നമുക്ക് എല്ലാവർക്കും നിരാശ നൽകിയ ഒരു ദിവസമായിരുന്നു. കാരണം നല്ല രീതിയിലുള്ള ഒരു ഫോള് മാർക്കറ്റിൽ ഇന്നലെ വന്നു. നിഫ്റ്റിയിലും സെൻസെക്സിലും ഒക്കെ കറക്ഷൻ വന്നിരുന്നു. ഒമിക്രോണിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. US മാർക്കറ്റിൽ ഇന്നലെ രാത്രി അവസാനിച്ച ട്രേഡിംഗ് ദിവസം വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റത്തോടു കൂടിയായിരുന്നു. ഒമിക്രോൺ അധികം ഭീതി വിധിക്കാൻ പാകത്തിലുള്ളതല്ല. വൈറസിന്റെ ഇഫക്റ്റ് അത്രമാത്രം ഭീകരമായിരിക്കില്ല എന്നുള്ള വിലയിരുത്തലുകളാണ് ഇപ്പോൾ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ന്യൂസായിട്ട് പുറത്തു വന്നത്. അതിനുശേഷം US മാർക്കറ്റിൽ വളരെ ശക്തമായിട്ടുള്ളൊരു റാലി ഇന്നലെ 500 പോയിന്റിന് മുകളിൽ ഡോജാൻസും മറ്റുള്ള ഓഹരി സൂചികകളും ക്ലോസ് ചെയ്തത് തീർച്ചയായിട്ടും ഗ്ലോബൽ മാർക്കറ്റിന്റെ ഗതിയെ ആകെ മാറ്റി. ഇപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ്, US അതുപോലെ തന്നെ യൂറോപ്പ്, ഏഷ്യ എല്ലാ മാർക്കറ്റുകളും ഇന്ന് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ക്ലോസ് ചെയ്തു US മാർക്കറ്റ്. ഇപ്പോഴും US മാർക്കറ്റിൽ വ്യാപാരം പുരോഗമിക്കുന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ്. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മാർക്കറ്റ് ഔട്ട്ലുക്ക് ഫോളോ ചെയ്യുന്നവരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഒമിക്രോൺ ആദ്യമായിട്ട് വന്ന ആ വെള്ളിയാഴ്ച തന്നെ റിലീസ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒമിക്രോൺ അവസാനം ഇത് ഈ രീതിയിലായിരിക്കും കലാശിക്കാൻ സാധ്യത എന്നുള്ളത്. സോ എനിവേ ഒമിക്രോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കുറച്ചൊരു സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത ചൈനയിൽ നിന്നുമാണ്. അത് നമ്മുടെ പ്രോപ്പർട്ടി ഡീലറായിട്ടുള്ള എവർഗ്രാൻഡിന്റെ ഇഷ്യൂ കുറച്ചുകൂടി വേഴ്സ് ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ അതിന്റെ കൺസേൺ അവിടെയുണ്ട്. ചെറിയ രീതിയിൽ പോപ്പപ്പ് ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇന്നലെയാണ് ബാങ്ക് ഓഫ് ചൈന അല്ലെങ്കിൽ പീപ്പിൾ ബാങ്ക് ഓഫ് ചൈന റിസർവ് റേഷ്യോ കട്ട് ചെയ്യുകയൊക്കെ ചെയ്തത്. സോ എനിവേ പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സിന്റെ ബോണ്ട് പേയ്മെന്റിന്റെ ഡിഫോൾട്ട് വീണ്ടും വന്നിരിക്കുന്നു. അത് വലിയൊരു ഡിഫോൾട്ടായി മാറാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് US മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. എനിവേ US മാർക്കറ്റിൽ ഡോ ജോൺസ് ഏകദേശം 500 പോയിന്റിന്റെ പ്ലസോട് കൂടിയാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത്. നാസ്ഡാക്കിലും ഏകദേശം 400 പോയിന്റിന്റെ പ്ലസോട് കൂടിയാണ്. S&P 500ലും 90 പോയിന്റിന്റെ പ്ലസോട് കൂടിയാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത്. നമ്മുടെ മാർക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഇന്ന് ഏകദേശം 264 പോയിന്റിന്റെ പോസിറ്റീവ്. ഇന്നും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവസാനത്തെ അരമണിക്കൂറിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങോട് കൂടിയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. സോ എനിവേ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 17,200 മുകളിൽ നമുക്കൊരു സ്ട്രോങ് ക്ലോസിംഗ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ലെഗിലേക്കുള്ള പോസിറ്റീവായിട്ടുള്ള മൂവ് സാധ്യതയുള്ളൂ എന്നതാണ്. ഇന്ന് നമുക്ക് 17,251 വരെ പോയി. നമ്മൾ 200-250 ആ ഒരു 17,250 to 17,150 to 17,200 ലെവലുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗുള്ള സാധ്യതകൾ പറഞ്ഞിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് 251 മുകളിൽ വരെ പോയി. പക്ഷേ 200 മുകളിൽ നമുക്ക് ക്ലോസിംഗ് കിട്ടിയില്ല. സോ 200 താഴെ വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നു. സോ ഫൈൻ. മാത്രമല്ല സെൻസെക്സിലും 866 പോയിന്റിന്റെ പോസിറ്റീവോട് കൂടിയാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഡാറ്റാസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലിംഗ് മോഡിലാണ്. അവർ ഇന്നും 2,584 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയിരിക്കുന്നു. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ന് നല്ല രീതിയിൽ 2,600 കോടി രൂപയോളം ബൈയിങ് ആണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് ഇൻഡെക്സിലായാലും ശരി ഓപ്ഷൻസിലായാലും ശരി FIIസിന്റെ പൊസിഷൻ പ്ലസിലാണ്. അതൊരു ആശങ്ക വകയില്ലാത്ത കാര്യമാണ്. കാരണം അവർ ക്യാഷ് മാർക്കറ്റിൽ വിറ്റിട്ടുണ്ടെങ്കിലും ഫ്യൂച്ചർ മാർക്കറ്റിൽ അവർ പൊസിഷൻസ് കയറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ചും ഇന്നത്തെ ഗ്ലോബൽ സപ്പോർട്ട് കൂടിയാകുന്ന സമയത്ത് കുറച്ചുകൂടി മുന്നോട്ടേക്കുള്ള യാത്ര നമുക്ക് വിസിബിൾ ആണെന്ന് തോന്നുന്നു. പക്ഷേ പ്രോഫിറ്റ് ബുക്കിംഗ് ഏത് പോയിന്റിൽ വരാനുള്ള സാധ്യത, കാരണം ഇനി ഒമിക്രോണുമായിട്ട് ബന്ധപ്പെട്ടില്ല, ചിലപ്പോൾ ചൈനീസ് ഇഷ്യൂ ആയിരിക്കാം, മറ്റുള്ള ഗ്ലോബൽ ടെൻഷൻസ് എന്തെങ്കിലും വന്നാൽ, പ്രത്യേകിച്ച് നാളെ ഇന്ത്യൻ മാർക്കറ്റ് സംബന്ധിച്ചിട്ട് നമുക്ക് RBIയുടെ മോണിറ്ററി പോളിസി ഉണ്ട്. മാർക്കറ്റിന്റെ എക്സ്പെക്ടേഷൻ ഇതുവരെ റേറ്റ് കട്ട് ഉണ്ടാകില്ല, അല്ലെങ്കിൽ റേറ്റ് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യും, റേറ്റ് കട്ടുകൾ വർധനവോ കുറവോ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. അതിന് വിപരീതമായി എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് കാണുകയുള്ളൂ. ഇന്ന് നമുക്ക് മനസ്സിലാവും മെറ്റൽ സ്റ്റോക്കുകളിലും അതുപോലെ തന്നെ ബാങ്കിങ് സ്റ്റോക്കുകളുമാണ് മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോയത്. അതിൽ തന്നെ ഷോർട്ട് പൊസിഷൻസ് കട്ട് ചെയ്യുന്നതായിട്ടും അതുപോലെ തന്നെ ഫ്രഷ് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അതിന്റെ ഭാഗമായിട്ടൊരു റാലി ഇന്ന് ബാങ്കിങ് സ്റ്റോക്കുകളെല്ലാം ദൃശ്യമായിരുന്നു. PSU ബാങ്കുകൾ അടക്കം, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ICICI ബാങ്ക് അടക്കമുള്ള ഓഹരികളിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഇന്ന് കാണുകയുണ്ടായി. മാത്രമല്ല RBI പോളിസി തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ്. RBIയുടെ പോളിസി റേറ്റ് കട്ടിനേക്കാൾ അല്ലെങ്കിൽ റേറ്റ് ഇഷ്യൂസിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നത് ഈ ഒരു പുതിയ വൈറസിന്റെ സമയത്ത് RBIയുടെ കമന്ററി തന്നെയാണ്, ഗവർണറുടെ കമന്ററി തന്നെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. എക്കോണമിയുടെ റിക്കവറി, പുതിയ ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ എക്കോണമി റിലേറ്റഡ് ഇഷ്യൂസിലുള്ള RBIയുടെ കാഴ്ചപ്പാട് തന്നെയാണ് നാളെ വീണ്ടും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്.
കൂടുതൽ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് അടുത്ത വർഷത്തെ Q1 Q2 കൂടി മാത്രമേ ഇൻട്രസ്റ്റ് റേറ്റിൽ ഹൈക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതുവരെ RBI ഇതേ രീതി തുടരും എന്ന് തന്നെയാണ് ഇപ്പോഴത്തുള്ള വിശകലനങ്ങൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ 2-3 കാര്യങ്ങൾ ഇന്ന് ഫാർമ സെക്ടറിലും അതുപോലെ ഡിഫൻസീവ് സെക്ടറുകളിലും ഇന്ന് ചെറിയ രീതിയിലുള്ള സെല്ലിംഗ് ദൃശ്യമായി. അതായത് ഇന്ന് ഫാർമ സ്റ്റോക്കുകളിലും അതുപോലെ തന്നെ ഡിഫൻസീവ് സ്റ്റോക്കുകൾ FMCG സ്റ്റോക്കുകളിലും ഇന്ന് ചെറിയ രീതിയിലുള്ള സെൽ ഓഫ് കണ്ടു. അത് ശക്തമായിട്ട് മറ്റുള്ള സെക്ടറുകളിലുള്ള ബൈങ് തന്നെയാണ് ദൃശ്യമായത്. IT സ്റ്റോക്കുകളിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് വിപ്രോ അടക്കമുള്ള HCL ട്രാക്ക് ഇതിനുള്ള സ്റ്റോക്കുകളിലൊക്കെ ഇനി മോശമില്ലാത്തൊരു രീതിയിലുള്ള ബൈങ് ദൃശ്യമായിരുന്നു. ഇനി പ്രധാനപ്പെട്ട കാര്യങ്ങൾ RBI മോണിറ്ററി പോളിസി തന്നെയാണ് നമുക്ക് നാളെ സപ്പോർട്ട് എന്ന് പറയുന്നത് വീണ്ടും നമുക്ക് 17,000 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്തേക്കാം. അതിന് താഴെ വീണ്ടും ആ ഇന്നലത്തെ ലെവൽ തന്നെയാണ് 16,800 to 850 ലെവലുകളിൽ തന്നെയാണ് ശക്തമായിട്ടുള്ള സപ്പോർട്ടിനുള്ള സാധ്യതയായിട്ട് കാണുന്നത്. മൈനർ സപ്പോർട്ടുകൾ വർക്ക് ചെയ്തേക്കാം. മൈനർ സപ്പോർട്ടുകൾ ഓരോ 50 പോയിന്റ്സിലും 100 പോയിന്റ്സിലും നമുക്ക് നിഫ്റ്റിയിൽ സപ്പോർട്ട് ചെറിയ രീതിയിൽ പിടിച്ചു നിന്നേക്കാം. അല്ലാതെ അപ്പോൾ മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 16,800 to 16,850 തന്നെയാണ്. അതുപോലെ തന്നെ അപ്പർ സൈഡിലേക്ക് പോകുന്ന സമയത്ത് 17,770 ക്ലോസിങ്. നമുക്ക് 200 മുതൽ 250 മൈനർ സപ്പോർട്ടായിട്ട് ആ ഒരു ഏരിയ വർദ്ധിച്ചേക്കാം. ആ ഒരു ഏരിയ കടന്നു കിട്ടുക 17,250 ലെവലുകൾ ക്രോസ് ചെയ്ത് കിട്ടുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിന്റെ ക്യൂസ് കാണിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു മുന്നേറ്റം നമുക്ക് നാളെ തന്നെ ഓപ്പണിംഗിൽ തന്നെ കവറപ്പ് ചെയ്യാൻ സാധിച്ചേക്കാം. അത് എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഓരോ ലെവലുകളിലും നമ്മൾ പ്രോഫിറ്റ് ബുക്കിംഗ് കൃത്യമായിട്ട് എക്സ്പെക്ട് ചെയ്യണം. 300, 350 ലെവലുകളിൽ കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ശക്തമായിട്ട് അതിനെ കവർ ചെയ്ത് വരുന്ന റാലിയാണെങ്കിൽ മാത്രമേ നമുക്ക് നാളെ 200 മുകളിൽ ക്ലോസ് ചെയ്യുകയോ അല്ലെങ്കിൽ 300 മുകളിലേക്ക് പോവുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അടുത്ത ഒരു ഫ്രഷ് എൻട്രി അല്ലെങ്കിൽ ഫ്രഷ് ലെവലിലേക്ക് മാർക്കറ്റ് പോയി എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. സോ എനിവേ മറ്റു പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ദിലീപ് ബിൽഡിക്കോൺ അവർക്ക് ഒരു പ്രധാനപ്പെട്ട കരാറുകൾ കിട്ടുകയുണ്ടായി. അതിൻ്റെ ബേസിൽ ഏകദേശം നല്ല രീതിയിൽ 6%-ലധികം സ്റ്റോക്ക് ഇന്ന് റാലി ചെയ്യുകയുണ്ടായി. അവരാണ് ഹൈവേ പ്രോജക്റ്റിന് ഏറ്റവും കുറവ് ബിഡറായിട്ടുള്ള വാർത്ത പുറത്തേക്ക് വന്നിട്ടായിരുന്നു. ഹിന്ദ് കോപ്പർ അതുപോലെ തന്നെ നാൽക്കോ ഇവർ രണ്ടുപേരുടെയും ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഇഷ്യൂ ക്യാബിനറ്റ് ചർച്ച ചെയ്യും, അതുപോലെ തന്നെ പാർലമെന്റിൽ വെക്കുമെന്നുള്ള കാര്യത്തിലാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ അനൗൺസ്മെന്റ് ഉണ്ടാകുന്ന രീതിയിലാണ് നാൽക്കോയിലും ഹിന്ദ് കോപ്പറിലും നല്ല രീതിയിലുള്ള ഒരു ബൈങ് ദൃശ്യമായിരുന്നു. മാത്രമല്ല റിയൽ എസ്റ്റേറ്റ് ഇന്ന് പ്രധാനപ്പെട്ട റാലിക്ക് കാരണമായിട്ടുള്ളത് ഇൻട്രസ്റ്റ് റേറ്റിൽ വലിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയില്ല എന്നുള്ള നിഗമനങ്ങളാണ് റിയൽ എസ്റ്റേറ്റിന്റെ കാര്യത്തിൽ റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ നല്ല രീതിയിലുള്ള ഒരു ബൈങ് ദൃശ്യമായത്. PSU ബാങ്കുകളിലും ഇന്ന് അതായത് ഗവൺമെന്റ് ബാങ്കുകളിലും നല്ല രീതിയിലുള്ള ഒരു ബൈങ് ഇന്ന് ദൃശ്യമായിരുന്നു. നേരെ മറിച്ച് ഡയഗ്നോസ്റ്റിക് സ്റ്റോക്കുകളിൽ ഇന്ന് ചെറിയ രീതിയിലുള്ള കറക്ഷൻ കണ്ടു. കാരണം മഹാരാഷ്ട്ര അടക്കമുള്ള സ്റ്റേറ്റുകളിൽ RT-PCR നിരക്ക് കുറച്ചതാണ്. ഡയഗ്നോസ്റ്റിക് സ്റ്റോക്കുകളായിട്ടുള്ള മെട്രോപോളിസ് അതുപോലെ തന്നെ ഡോക്ടർ ലാൽ പത്ലാബ് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിലൊക്കെ ഇന്ന് ചെറിയ രീതിയിലുള്ള ഒരു കറക്ഷന് സാധ്യമായത്. മാത്രമല്ല ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട സെക്ടർ എന്ന് പറയുന്നത് മറ്റു കുറച്ച് കമ്പനി സ്പെസിഫിക് ആയിട്ട് ന്യൂസുകളാണ് വന്നത്. ADF ഫുഡ് ഇന്ന് പതഞ്ജലി ആയുർവേദികമായിട്ട് അവർ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു. അവരുടെ ഡിസ്ട്രിബ്യൂഷൻ പാനൽ വഴി കമ്പനികളുടെ പ്രധാനപ്പെട്ട ഫുഡ് ഐറ്റംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള കരാറിൽ ഏർപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ADF ഫുഡിനെ ഇന്ന് തീർച്ചയായിട്ടും മാഗ്നറ്റിലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ ഗവൺമെന്റിന്റെ ഏപ്രിൽ ടു നവംബർ ടാക്സ് കളക്ഷൻ ഡാറ്റ ഇന്ന് പുറത്തു വരികയുണ്ടായി. ഏകദേശം 6.98 ലക്ഷം കോടി രൂപയാണ് അത് വന്നിരിക്കുന്നത്. ഏകദേശം 68.1% ഉയർച്ചയാണ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കാണിക്കുന്നത്. സോ എനിവേ 6.98 ലക്ഷം കോടി രൂപയുടെ ടാക്സ് കളക്ഷൻ ഏപ്രിൽ ടു നവംബർ മന്തിലെ ഗവൺമെന്റ് വന്നിരിക്കുന്നു. എനിവേ അതും പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ സിമെന്റ് കമ്പനികളെ സംബന്ധിച്ച് പറയുന്ന കാര്യം നോർത്ത് ഇന്ത്യയിൽ അവർ വീണ്ടും പ്രൈസ് കട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അവർ പ്രൈസ് തിരിച്ചതായിട്ടാണ് കാണുന്നത്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് സെക്രട്ടറി BPCLന്റെ ഡിസ്ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത് തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലാണ്. BEML ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നീ കമ്പനികളുടെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളിലും അടുത്ത് തന്നെ അനൗൺസ്മെന്റ് ഉണ്ടാകും. നമുക്ക് ഓൾറെഡി നമ്മളെ സ്പെഷ്യൽ വീഡിയോസിലും മറ്റും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കാൻഡിഡേറ്റ്സിനെ ശ്രദ്ധിക്കണം. ഡിസംബറിൽ പല തീരുമാനങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും സ്വിംഗ് സജഷൻസിനുമായിട്ട് ഞങ്ങളുടെ മാർക്കറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ സ്വിംഗ് ഈസ് കിങ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്വിംഗ് സജഷൻസും അതുപോലെ തന്നെ മാർക്കറ്റ് അപ്ഡേറ്റുകളും ലൈവായിട്ട് വരുന്നതാണ്. സ്റ്റോക്ക് അനാലിസിസ്, സ്റ്റോക്ക് സജഷൻസ് ഇതൊക്കെ അവിടെ ഉണ്ടാവുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നത് ആന്റി ഡംപിംഗ് ഡ്യൂട്ടിയാണ്. മെറ്റൽ റാലി ചെയ്യാൻ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. ചൈനയിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട മെറ്റൽ ഐറ്റംസിനൊക്കെ അലുമിനിയം ഐറ്റം അടക്കമുള്ള ചില കാര്യങ്ങൾക്ക് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ചുമത്തിയതായിട്ടുള്ള ഗവൺമെന്റ് ഉത്തരവ്.
ഇതും തീർച്ചയായിട്ടും മെറ്റൽ സെക്ടറിൽ ഒരളവ് വരെ സ്വാധീനിച്ചു എന്ന് വേണം പറയാൻ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നത് ദിലീപ് ബിൽഡിക്കോണുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ പറഞ്ഞത് 2860 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് ദിലീപ് ബിൽഡിക്കോണുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നത്. ഇത് കമ്പനിക്ക് ലഭിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇൻഡിഗോ സ്റ്റോക്കുകളിൽ ഇന്ന് നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് കാണുകയുണ്ടായി. ഇൻഡിഗോയിൽ ഒരു പ്രധാനപ്പെട്ട അമെൻമെന്റ് അവരുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ വരുന്നു എന്നുള്ളതാണ്. ഡിസംബർ അവസാന വാരത്തിൽ അവരുടെ ബോർഡ് മീറ്റിംഗും പ്ലാൻ ചെയ്തു, ഷെയർ ഹോൾഡേഴ്സ് മീറ്റ് പ്ലാൻ ചെയ്യുന്നു. അതിൽ 2 പ്രൊമോട്ടേഴ്സാണ് ഇപ്പോൾ ഇൻഡിഗോക്കുള്ളത്. ആ ഇൻഡിഗോയിൽ അവർക്ക് രണ്ടുപേർക്കും അവർക്ക് സ്റ്റേക്ക് സെയിൽ ചെയ്യാനുള്ള പെർമിഷനാണ് കൊടുക്കുന്നത്. ഒരാൾക്കോട് നോട്ടീസ് കൊടുക്കാതെ മറ്റൊരാൾക്ക് സ്റ്റേക്ക് സെയിൽ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള അമെൻമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് ഡിസംബറിൽ നടത്താൻ പോകുന്നത്. ഇതിന്റെ ഒരു ചുവട് പിടിച്ചാണ് തീർച്ചയായിട്ടും ഇൻഡിഗോയിൽ നല്ല രീതിയിലുള്ള ഒരു ബൈങ് സാധ്യമായത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നവംബർ മാസത്തിലുള്ള IPOകളെ സംബന്ധിച്ചാണ്. നവംബർ മാസത്തിൽ ഒരുപാട് IPOകൾ വന്നിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഏകദേശം നമുക്കറിയാം ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവർക്ക് ഒരു മാസത്തേക്കാണ് സാധാരണയായിട്ട് അവർക്ക് ലോക്ക് ഇൻ പീരീഡ് വെക്കാറുണ്ട്. അവർ ആദ്യ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിന് കൃത്യമായിട്ടുള്ള ഒരു ഇടവേളയിൽ അവർക്ക് ഇറങ്ങിപ്പോകാം അല്ലെങ്കിൽ സെല്ല് ചെയ്ത് മാറിപ്പോകാം എന്നുള്ളതാണ്. അപ്പോൾ നവംബറിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട IPOകളിലൊക്കെ ഇത് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന്റെ ലോക്കിംഗ് പീരീഡ് ഈ മാസം കഴിയുകയാണ്. അപ്പോൾ പല സ്റ്റോക്കുകളിലും നല്ല രീതിയിലുള്ളൊരു സ്റ്റേക്ക് ഈ പറയുന്ന ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവർ ചിലപ്പോൾ സെല്ല് ചെയ്ത് മാറുകയാണെങ്കിൽ ചിലപ്പോൾ ഓഹരികളിൽ ഒരു കറക്ഷനുള്ള സാധ്യതയുണ്ട്. ഇതിൽ നല്ല സ്റ്റോക്കുകൾ നോക്കി എൻട്രി ചെയ്യാനുള്ളതും അതുപോലെ തന്നെ കറക്ഷനിൽ നിങ്ങൾക്ക് നല്ല ലാഭമുള്ള ഓഹരികളാണെങ്കിൽ ചിലപ്പോൾ വിറ്റുമാറാനുള്ള ഒരു അവസരവുമായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റിയേക്കാം. സോ എനിവേ 17,000 കോടി രൂപയോളം ഏകദേശം ഒരു ആങ്കർ ഇൻവെസ്റ്റേഴ്സ് ബുക്ക് ഈ പറയുന്ന IPOകളിൽ ഇപ്പോൾ ഡിസംബർ മാസത്തിൽ മെച്യൂർ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ തന്നെ നൈക്കയുടെ പ്രധാനപ്പെട്ട 8 നവംബർ, അതായത് നാളെ ആണ് 8 ഡിസംബറിനാണ് അവർക്ക് അവരുടെ ആങ്കർ ബുക്ക് മെച്യൂർ ആവുന്നത്. ഏകദേശം 2396 കോടി രൂപയുടെ ആങ്കർ ബുക്സ് അവർക്കുണ്ട്. ഇത്രയും ഇൻവെസ്റ്റേഴ്സ് ചിലപ്പോൾ ഒറ്റയടിക്ക് നാളെ സെല് ചെയ്ത് പോകുമെന്നല്ല, പക്ഷേ അത്രയും ബുക്കുകൾ അവരുടെ അടുത്ത് കയ്യിലുണ്ട്. ചിലപ്പോൾ മെജോറിറ്റി സ്റ്റേക്കുകൾ നാളെ വിറ്റേക്കാം, അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ അവർക്ക് സ്റ്റേക്ക് അവർ എക്സിറ്റ് ചെയ്ത് പടിപടിയായിട്ട് മാറിയേക്കാം. സോ നൈക്കയിൽ 8 ഡിസംബറിനാണ് 2396 കോടി രൂപയുടെ ആങ്കർ ബുക്ക് ഉള്ളത്. അതുതന്നെ ഫിനോ പേയ്മെന്റ് ബാങ്കിന്റെ 9 ഡിസംബറിനാണ് മെച്യൂർ ആവുന്നത്. 539 കോടി രൂപയുടെ ആങ്കർ ബുക്കാണ് അവർക്കുള്ളത്. ഒരു മാസം 9 ഡിസംബറിലേക്ക് പൂർത്തിയാകും. അവർ വേണമെങ്കിൽ വിറ്റൊഴിവാ, അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് സെല്ലിംഗ് എക്സ്പെക്ട് ചെയ്യാം. ചിലപ്പോൾ ഇത് നിർബന്ധമില്ല, ചിലപ്പോൾ അവർ കണ്ടിന്യൂ ചെയ്തേക്കാം. പക്ഷേ അറ്റ്ലീസ്റ്റ് വരുന്ന പഴയ പാസ്റ്റ് എക്സ്പീരിയൻസ് നമ്മളെ പഠിപ്പിക്കുന്നത് മിക്കവാറും ആങ്കർ ഇൻവെസ്റ്റേഴ്സ് ഒരു മാസം കഴിഞ്ഞ് സാധാരണയായിട്ട് എക്സിറ്റ് ചെയ്ത് പോകാറുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സിഗാച്ചിയിൽ 10 ഡിസംബറിനാണ് 10th ഡിസംബറിനാണ് അവർക്ക് ആങ്കർ ബുക്ക് മെച്യൂർ ആവുന്നത്. 38 കോടി രൂപയുടെ മെച്യൂരിറ്റിയാണ് അവർക്കുള്ളത്. അതിന് മറ്റൊരു SGSൽ 10th ഡിസംബറിനാണ് 240 കോടി രൂപയുടെ ആങ്കർ ബുക്കാണ് അവർക്കുള്ളത്. PB ഫിൻടെക്കിന് 10th ഡിസംബർ തന്നെ 2569 കോടി രൂപയുടെ ആങ്കർ ബുക്ക് അവർക്കുണ്ട്. പേടിഎമ്മിനെ ശ്രദ്ധിക്കണം, കാരണം 15 ഡിസംബറിനാണ് അവരുടെ മെച്യൂരിറ്റി വരുന്നത്. ആങ്കർ ബുക്ക് ഏകദേശം 8235 കോടി രൂപയുടെ 8235 കോടി രൂപയുടെ ആങ്കർ ബുക്കാണ് പേടിഎമ്മിനെ സംബന്ധിച്ചുള്ളത്. സഫയർ ഫുഡിനെ സംബന്ധിച്ചിട്ട് 16 ഡിസംബറിനാണ് അവരുടെ മെച്യൂരിറ്റി. 933 കോടി രൂപയുടെ ആങ്കർ ബുക്കാണ് ഈ കമ്പനിക്കുള്ളത്. അതുതന്നെ ലാറ്റിൻ വ്യൂ അവർക്ക് 17 ഡിസംബറിലാണ് അവരുടെ മെച്യൂരിറ്റി വരുന്നത്. 267 കോടി രൂപയുടെ സെല്ലിംഗ് അവർക്ക് ആങ്കർ ബുക്ക് അവർക്കുണ്ട്. അതുപോലെ തന്നെ ടാർസന് 306 കോടി രൂപയുടെ ആങ്കർ ബുക്കാണുള്ളത്. പിന്നെ ഗോ ഫാഷൻ അവർക്ക് 456 കോടി രൂപയുടെ ആങ്കർ ബുക്ക് ഈ കമ്പനിക്കുണ്ട്. അപ്പോൾ വരുന്ന ഈ മാസം നവംബർ മാസം ലിസ്റ്റ് ചെയ്ത IPOകളുടെ ആങ്കർ ബുക്ക് മെച്യൂർ ആവുന്ന സമയമാണ്. സോ ഇവർ കംപ്ലീറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 17,000 കോടി രൂപയ്ക്ക് അടുത്തുള്ള ആങ്കർ ബുക്കുണ്ട്. പ്രധാനപ്പെട്ട ആങ്കർ ബുക്ക് ഒന്ന് നൈക്കിയ തന്നെയാണ്, 2396 കോടി രൂപ. നാളെയാണ് അതിന്റെ ആങ്കർ ബുക്ക് മെച്യൂർ ആവുന്നത്. നോക്കാം എത്രമാത്രം ആങ്കർ ഇൻവെസ്റ്റേഴ്സ് അതിൽ നിന്നും ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് അവർ എക്സിറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അതുപോലെ പിന്നെ PB ഫിൻടെക് ആണ്, അവരും 2569 കോടി രൂപയുടെ മെച്യൂരിറ്റി അവർക്കുമുണ്ട്. അത് 10 ഡിസംബറിലാണ് അവർ മെച്യൂർ ആവുന്നത്. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഒന്ന് പേടിഎം തന്നെയാണ്. 8235 കോടി രൂപയുടെ അത് 15 ഡിസംബറിനാണ് മെച്യൂർ ആവുന്നത്. സോ ഇത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഒറ്റയടിക്ക് ഇതിൽ സെല്ല് ചെയ്യും അല്ലെങ്കിൽ ഫാൾ വരുമെന്നല്ല, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ടും ഈ ഒരു ഫാൾ നമുക്ക് എടുക്കാവുന്നതാണ്. നേരെ മറിച്ച് ഓൾറെഡി പ്രോഫിറ്റിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇങ്ങനെയുള്ള ചെറിയ സെല്ലിംഗ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചെറിയ ഇടിവിനുള്ള കാരണങ്ങളായി മാറാനുള്ള സാധ്യതയുണ്ട്. എനിവേ ഇൻഡിഗോ അതുപോലെ തന്നെ പറയുന്ന ആങ്കർ ഇൻവെസ്റ്റേഴ്സ് ബുക്കും ശ്രദ്ധിക്കുക.
നാളെ വീണ്ടും US മാർക്കറ്റിൽ ഇന്നത്തെ ഈ ഒരു വ്യാപാരം കണ്ടിട്ട് തീർച്ചയായിട്ടും പോസിറ്റീവ് സൈഡിലേക്ക് പോകും എന്നാണ് ഇന്ത്യൻ മാർക്കറ്റ് കാണിക്കുന്നത്. സോ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ലെവലുകൾ 17,200 മുകളിൽ നിഫ്റ്റി എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യുന്നു, ക്ലോസിംഗ് കിട്ടുമോ, എങ്ങനെയാണ് നമുക്ക് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം നിഫ്റ്റി ബിഹേവ് ചെയ്ത് നമുക്ക് നോക്കാം. അതിനുശേഷമുള്ള മൂവ്മെന്റ് വളരെ പ്രാധാന്യമുള്ളതാണ്. എത്രമാത്രം നമുക്ക് ബൈങ് സ്ട്രെങ്ത് കിട്ടുന്നുണ്ട്, ഫ്രഷ് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് നോക്കാം. അതിനുശേഷം നല്ല സ്വിംഗ് സജഷൻസും മറ്റുമായിട്ട് പുതിയ മാർക്കറ്റിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 16,800 മേജർ സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്യുന്നു. 16,800 ടു 16,850 ലെവല്, ഈ ഒരു ലെവൽ 17,000 സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് തീർച്ചയായിട്ടും. സോ 16,800 ടു 17,200 250 ലെവൽ ബ്രേക്ക് ചെയ്ത് പോകുന്ന സമയത്തായിരിക്കും നിഫ്റ്റിയുടെ കൂടുതലും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾക്കായിരിക്കും കൂടുതൽ. കാരണം RBI പോളിസി നാളെയുണ്ട്. സ്വാഭാവികമായിട്ടും ബാങ്ക് ലൈം ലൈറ്റിലായിരിക്കും. കൊടാക് ബാങ്ക്, ആക്സിസ് ബാങ്ക് പോലുള്ള കമ്പനികളെ സിറ്റി ബാങ്കിനെ അക്വയർ ചെയ്യാനുള്ള ന്യൂസുകളും വന്നിട്ടുണ്ട്. അങ്ങനെ പല പ്രധാനപ്പെട്ട ന്യൂസുകളും വന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് വീണ്ടും പ്രതീക്ഷിക്കാം. എക്കോണമിയിൽ ഈ ഒമിക്രോണിന്റെ ഇഫക്റ്റ് കുറയുന്നു എന്നുള്ള വാർത്ത സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ സ്റ്റോക്കുകളിലും, എല്ലാ സെക്ടറിൽ നിന്നും PVR പോലുള്ള സ്റ്റോക്കുകളിൽ പോലും ഇന്ന് നല്ലൊരു ബൈങ് ഇൻട്രസ്റ്റ് ലഭ്യമായി. സോ ഓൾ ടുഗെദർ നല്ലൊരു ഉണർവായിരിക്കും എക്കോണമിയിൽ ഓൾ ടുഗെദർ ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. സോ നമുക്ക് നോക്കാം എത്രമാത്രം മാർക്കറ്റിൽ റിക്കവറി കിട്ടും. ഇനിയല്ല വീണ്ടും പ്രോഫിറ്റ് ബുക്കിംഗ് വലിയ കാര്യങ്ങൾ കൊണ്ട്, ചൈന ഇഷ്യൂസോ മറ്റു കാര്യങ്ങളോ കൊണ്ട് വരുമെന്നുള്ളത്. സോ എനിവേ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. സോ വൺസ് അഗെയിൻ റിമൈൻഡിങ് യു, ഡൗൺലോഡ് മൈ ആപ്പ് ഫ്രം iOS ആൻഡ് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം. നിങ്ങൾക്ക് രണ്ടിലും ലഭ്യമാണ്. ഡൗൺലോഡ് ചെയ്യുക. സ്വിംഗ് ഈസ് കിങ് എന്ന് പറയുന്ന കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റുകളും സ്വിംഗ് സജഷൻസും മാർക്കറ്റ് അപ്ഡേറ്റ്സുകളും നിങ്ങൾക്ക് ലൈവായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.